ഇന്നലത്തെ വീഡിയോയ്ക്ക് ശേഷം എനിക്ക് DMസിൽ വന്ന അടുത്ത കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ ജ്വല്ലറീസ് വീഡിയോയും പിക്കും ഒക്കെ എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേ സ്റ്റാൻഡിനെ കുറിച്ചും അതുപോലെ തന്നെ സെറാമിക് ട്രേസിനെ കുറിച്ചും. എൻ്റെ കയ്യിൽ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല, എന്നാൽ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇത് ഞാൻ നെക്ലേസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ആക്കുന്ന ഒരു നെക്ലേസ് ഡിസ്പ്ലേ ഹോൾഡറാണ്. ഇതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ സെറാമിക് ട്രേസിനെ കുറിച്ച് പറയുവാണെങ്കിൽ എൻ്റെ കയ്യിൽ 4 സെറാമിക് ട്രേസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ 4ലും വെച്ച് നമുക്ക് റിങ്, ബ്രേസ്ലെറ്റ്, ഇയറിങ്സ് ഒക്കെ പിക്ക് എടുക്കാം. സെറാമിക് ട്രേയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന പിക്കിന് വളരെ ഭംഗി കൊടുക്കും. നമ്മൾ എന്തിപ്പോൾ റിങ് ആണെങ്കിലും ബ്രേസ്ലെറ്റ് ആണെങ്കിലും അതിനൊരു പ്രത്യേക ഭംഗി ഈ സെറാമിക് ട്രേയിൽ വെച്ച് എടുക്കുമ്പോൾ കിട്ടാറുണ്ട്. വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് വാങ്ങിക്കാനും പറ്റും. പിന്നെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ വെൽവെറ്റ് ട്രേ ഓർഗനൈസറാണ്. ഇതിന് ഈ വെൽവെറ്റ് ഫിനിഷ് വരുന്നതുകൊണ്ട് തന്നെ ഗോൾഡ് കളർ നല്ല രീതിയിൽ ഹൈലൈറ്റ് ആയിട്ട് കിട്ടും പിക്കിൽ. നമ്മൾ വെൽവെറ്റ് ട്രേയിൽ വെച്ച് എടുക്കുന്ന പിക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഗോൾഡ് നല്ല രീതിയിൽ പിക്കിൽ എടുത്ത് നിൽക്കും. ഇതിൻ്റെ തന്നെ ഒരു ഗ്രേ കളറും എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊരു റിംഗ് ഹോൾഡറാണ്. ഇതും നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. പിന്നെ എന്നോട് ഒത്തിരി പേര് ചോദിച്ചതായിരുന്നു താങ്ക് യു കാർഡും ജ്വല്ലറി കെയർ കാർഡും ഞാൻ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തതെന്ന്. ഇതും ഞാൻ ആമസോണിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തത്. ഇതൊക്കെ നിങ്ങൾക്ക് ആമസോണിൽ നിങ്ങൾക്ക് സാധാരണ സെർച്ച് ചെയ്യുന്ന പോലെ എന്താണോ വേണ്ടത് അത് ജസ്റ്റ് അവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എല്ലാം അവിടെ ലിസ്റ്റ് ചെയ്യും. പിന്നെ എന്നോട് ഒത്തിരി പേര് ഈ സിപ്പർ പൗച്ചിനെ കുറിച്ച് ചോദിച്ചായിരുന്നു. സിപ്പർ പൗച്ച് ഞാൻ പേജ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വാങ്ങിച്ചായിരുന്നു. ഞാൻ അതൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്.